ഒന്ന് ഇവിടെ ദേവസ്വം ബോർഡും അതേപോലെ തന്നെ നഗരസഭയും രണ്ടായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ രീതിയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട ക്ഷേത്രത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുന്നത്, ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയ്ക്കാണ്. അവരാണെങ്കിൽ തന്നെ ഇതെല്ലാം കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ട് അവർക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ നിലകൊള്ളുന്നത്. നടപ്പാലത്തിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ലൈറ്റുകൾ മാത്രമാണുള്ളത്. അതിൽ പലതും പൊട്ടിപ്പോയതും താറുമാറായി കിടക്കുന്ന ലൈറ്റുകളാണ്. അതിൽ പ്രത്യേകമായിട്ട് ലൈറ്റിംഗ് ചെയ്തിട്ടില്ല. അത് മുനിസിപ്പാലിറ്റിയുടെ വലിയൊരു വീഴ്ചയാണ്. മഹാശിവരാത്രി മഹോത്സവത്തിനായുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ആലുവ മണപ്പുറം ശിവക്ഷേത്രം. എന്നാൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ഒരുപാട് പരാതികളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ആലുവ ശിവരാത്രി ചരിത്രപ്രസിദ്ധമായ ഒരു ആഘോഷമാണ്. ആ ചരിത്രപ്രസിദ്ധമായ ശിവരാത്രി ആഘോഷം അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശിവരാത്രിയുടെ അവസാന സമയമാണ്. രാത്രി 12 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവരാത്രി ആരംഭിക്കുകയായി. പക്ഷേ ആ ശിവരാത്രി ആഘോഷത്തിനായിട്ട് എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് ഇന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സാധാരണ വളരെ വെളിച്ചം കൊണ്ട് പ്രഭാപൂരിതമായിട്ടുള്ള ആലുവ ശിവരാത്രി മണപ്പുറം ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ വെളിച്ചത്തിൻ്റെ വലിയ ഒരു വീഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് വൈകുന്നേരം ശിവരാത്രി മണപ്പുറം സന്ദർശിക്കാനായിട്ട് എത്തിയത്. പക്ഷേ അവർക്കൊക്കെ തന്നെ വളരെ നിരാശയോടുകൂടിയാണ് അവരെല്ലാം മടങ്ങിപ്പോയിരിക്കുന്നത്. കാര്യം വെച്ചാൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പൂർണ്ണ രീതിയിൽ സജ്ജീകരിക്കാനായിട്ട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. ഏതാണ്ട് 1.25 കോടി രൂപയ്ക്കാണ് ഈ പ്രാവശ്യം നഗരസഭ ഈ വിനോദ മേളയെല്ലാം തന്നെ കരാറ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതിനുണ്ടായിരുന്ന തർക്കങ്ങളും മറ്റും കൊണ്ടാണ് ഇതിപ്പോൾ വൈകിപ്പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആലുവയിൽ ഇത്രയും വലിയ ഒരു ജനകീയ ആഘോഷം അത് നിറം കെടുത്തുന്ന രീതിയിലാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലുവ പാലം എല്ലാം തന്നെ നല്ല ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുന്ന, എല്ലാ വർഷവും അലങ്കരിക്കാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഇതൊന്നും ചെയ്യാനായിട്ട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തിനെല്ലാം തന്നെ വളരെയധികം വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശിവരാത്രി ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇത്ര സമയത്ത് എല്ലാ ജോലികളും ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഈ പലരും ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളൊക്കെ പരസ്പരം പഴിചാരാണ്. അപ്പോൾ അതിലെന്താ പറയാനുള്ളത്? അല്ല, അധികാരികളോട് ഏകോപനം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ മീറ്റിങ്ങുകളിലെല്ലാം വന്നിട്ട് എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ ഏകോപനത്തെക്കുറിച്ചിട്ടൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുമ്പോൾ ഒന്ന് ഇവിടെ ദേവസ്വം ബോർഡും അതേപോലെ തന്നെ നഗരസഭയും രണ്ടായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ രീതിയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട ക്ഷേത്രത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുന്നത്, ലാഭം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നഗരസഭയ്ക്കാണ്. അവരാണെങ്കിൽ തന്നെ ഇതെല്ലാം കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ട് അവർക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള രീതിയിലാണ് അവരിപ്പോൾ നിലകൊള്ളുന്നത്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ചരിത്രപ്രസിദ്ധമായ ആലുവ ശിവരാത്രി, അതിൻ്റെ ഒരുക്കങ്ങൾ ഇന്ന് മുഴുവനായിട്ട് അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാവേണ്ടതായിരുന്നു. നാളെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ആലുവ ശിവരാത്രി മണപ്പുറത്ത് ബലിതർപ്പണത്തിന് വേണ്ടി എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കും കൂടുതൽ ഭാഗങ്ങളും ഇരുട്ടിലാണ് ഇപ്പോഴും. ഇപ്പോൾ ഇന്നിവിടെ എത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ നേരത്തെ ഇതിനു വേണ്ടി എത്തിയിട്ടുള്ള പല ആളുകളും പല സ്ഥലത്തും തട്ടി വീണ് അപകടങ്ങളുണ്ടായിട്ടുണ്ട്. കുറേ വയസ്സായ മുതിർന്ന ആളുകൾ ഇതുപോലെ തട്ടി വീണ് അവരെ ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. ലൈറ്റുകൾ നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും, പല ഭാഗത്തും ലൈറ്റിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ജനറൽ ലൈറ്റിംഗ് പല സ്ഥലത്തും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അത് മുനിസിപ്പാലിറ്റിയുടെ വലിയൊരു വീഴ്ചയാണ്. കാരണം നമുക്കറിയാം ഇതൊരു വ്യാപാര മേളയായി. ഇതിൽ നിന്ന് പണം മാത്രമാണ് മുനിസിപ്പാലിറ്റി ആഗ്രഹിക്കുന്നത്. കാരണം വർഷങ്ങളായി നമ്മുടെ ആലുവ മാർത്താണ്ഡവർമ്മ പാലം, അതുപോലെ തന്നെ നടപ്പാലം, ഇവിടെയെല്ലാം ഭംഗിയായി തന്നെ അലങ്കരിക്കുകയും അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള വെളിച്ചം അവർ തയ്യാറാക്കേണ്ടതാണ്. പക്ഷേ ഇത്തവണ നമ്മുടെ ഈ നടപ്പാലത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന നടപ്പാലത്തിൽ നിലവിൽ സ്ഥിതി ചെയ്യുന്ന ലൈറ്റുകൾ മാത്രമാണുള്ളത്. അതിൽ പലതും പൊട്ടിപ്പോയതും താറുമാറായി കിടക്കുന്ന ലൈറ്റുകളാണ്. അതിൽ പ്രത്യേകമായിട്ട് ലൈറ്റിംഗ് ചെയ്തിട്ടില്ല. നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലം അവിടെ മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ അങ്ങ് ആ അറ്റത്ത് KSRTC ഡിപ്പോ അടക്കമുള്ളതാണ്. അവിടെ നിന്ന് കൂടുതൽ ആളുകൾ വരുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ അവിടെയും ഈ പറഞ്ഞതുപോലെ ലൈറ്റിംഗ് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് പൊടിശല്യം. നമുക്കറിയാം നല്ല വെയിലാണ്, മണപ്പുറത്ത് നല്ല പൊടി വരുന്നതാണ്.
അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ സാധാരണ മുന്നേ നനക്കുകയും പൊടി പറക്കാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ഈ തവണ അതും കണ്ടിട്ടില്ല. അത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം നാളെ ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരുന്നതാണ്. അതായത് അത്രയും ബുദ്ധിമുട്ടിലേക്ക് വയസ്സായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്, അടക്കം നിരവധി ആളുകൾ. ഇത്രയും പൊടി പറക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത്രയും തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇതുവരെയും ചെയ്ത് കണ്ടിട്ടില്ല. ഞങ്ങൾ ഉദ്യോഗസ്ഥരുടെ അടുത്തും അതുപോലെ തന്നെ അധികാരികളുടെ അടുത്തും അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് ചെയ്തില്ല എങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കടക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ അമ്യൂസ്മെന്റ് പാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദം ഒരുക്കങ്ങൾ ലേറ്റ് ആക്കിയെന്നാണ്. അപ്പോൾ അത് നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് തോന്നുന്നു. തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. നഗരസഭ എല്ലാ വർഷവും ഇതൊരു പണം ഉണ്ടാക്കാൻ ഉള്ള അവസരം മാത്രമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ തവണ ഈ വ്യാപാരമേളയുമായി ബന്ധപ്പെട്ട് നൽകിയ കരാറുമായി നമുക്കറിയാം മാധ്യമങ്ങളിലൂടെ കോടതി ഇടപെടേണ്ടി വന്നു. അങ്ങനെ പല സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വ്യാപാരമേള നാളെ ആരംഭിക്കുകയാണ്. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇപ്പോഴും കടകളും മറ്റു കാര്യങ്ങളും എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പൂർത്തീകരിച്ചിട്ടില്ല. ഇനി എന്നാണ് പൂർത്തീകരിക്കുന്നത്? നാളെ ഇത് ആരംഭിക്കുക. ലക്ഷക്കണക്കിന് ആളുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. ആളുകൾ വരുന്നതിൻ്റെ ഇടയിൽ ചെയ്യേണ്ടി വരുമോ? അപ്പോൾ ഈ തവണ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് വലിയ അനാസ്ഥയാണ്. ചെയർമാൻ്റെ ഭാഗത്തുനിന്നും ഇതുമായി ബന്ധപ്പെട്ട് വലിയ അനാസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നാളെ ആളുകൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്യും. ഈ ശിവരാത്രി മഹോത്സവം ഒരു കച്ചവടത്തിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നതായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ആലുവക്കാരത് പറയുന്നത്, ആലുവ ശിവരാത്രി എന്ന് പറഞ്ഞാൽ വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ശിവരാത്രിയുമായി ബന്ധപ്പെട്ടും അത് കഴിഞ്ഞ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്യാപാരമേളയും ഈ ഒരു സമയത്താണ് മുഴുവൻ ആലുവയും അങ്കമാലിയും മറ്റ് സമീപ പ്രദേശത്തു നിന്ന് വരുന്ന മുഴുവൻ ആളുകളും ഓരോ പിൻ ടു പ്ലെയിൻ വരെ വാങ്ങിക്കുന്ന സ്ഥലമായിരുന്നു ആലുവ ശിവരാത്രി. പക്ഷെ അത് ഈ പണം മാത്രം ശ്രദ്ധിച്ചതോട് കൂടിയിട്ട് അതിൻ്റെ വ്യാപാരമേളയായാലും മറ്റു കാര്യങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള തനിമ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ കുറഞ്ഞു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കച്ചവടക്കാരുടെ അടുത്ത് നിങ്ങൾക്ക് സംസാരിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് അവരായിട്ട് സംസാരിച്ചാൽ അറിയാൻ സാധിക്കും. അവരുടെ ഭാഗത്തുനിന്ന് വളരെ അവർക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരിൽ നിന്ന് കൂടുതലും പണം പിടിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ഇതിന് കേവലം പണം തട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ഇതുമായി എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം.